നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈക്കൂലി വാങ്ങാറില്ല, പല ആൾക്കാരും വേറെ രീതിയിലാണ് കാണുന്നത്. അതിനെപ്പറ്റി പറയാമോ? ലൈക്ക് നിങ്ങൾ നമ്മളങ്ങനെ സ്ത്രീകൾ ഓടിക്കുന്ന ട്രക്കുകൾ വളരെ കുറവായിട്ടുള്ളത്, അതിനെപ്പറ്റി പറയൂ. ഇപ്പം നമ്മൾ ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പം തന്നെ ആൾക്കാർക്കൊരു നമ്മളോടൊരു ബഹുമാനമുണ്ട്. അതെനിക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യം. ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ഉണ്ട്. അത് സാധാരണക്കാരാണേലും ഉദ്യോഗസ്ഥന്മാരാണേലും എല്ലാവരും, മറ്റു വണ്ടിയിലെ ലോറിയിലെ ഡ്രൈവർമാരാണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതാണ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്താ? അല്ല, എവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ അല്ല, എല്ലാവർക്കും ഒരു അതിശയമാണ്. ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ഒരു ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും കൈകൂപ്പിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരാറുണ്ട്, ചായ മേടിച്ച് തരാറുണ്ട്. പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് പല പ്രാവശ്യം തന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ആറ്റുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണമല്ലോ. ഇത് രാജസ്ഥാനിലൊക്കെ ചെന്നപ്പം ഇങ്ങോട്ട് പൈസ കൊടുത്തു 500 രൂപ മിഠായി മേടിച്ചോളാം. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല. തിരിച്ചു കൊടുത്തിട്ട് പ്രാവശ്യം അങ്ങനെ തന്നിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ട് മേടിച്ചില്ല. അതുപോലെ തന്നെ ഇവർ വണ്ടിയിൽ ഇരിക്കും, ഞാൻ ആറ്റോയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് ചായ തന്ന് അവിടെ ഇരുത്തും, ചായയൊക്കെ തരും. അങ്ങനെ ഭയങ്കര ഇതാ അതൊക്കെ. അതിനകത്തുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ആറ്റോ ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ലേഡി എന്ന് പറയുമ്പം വെളിയിൽ, കേരളത്തിന് വെളിയിൽ ഒരു കേരളത്തിലുണ്ട്, അങ്ങനല്ല, ഇച്ചിരി ഇവിടുത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ബഹുമാനവും ഒരു കരുതലോ എന്തോ എല്ലാ ആൾക്കാർക്കും. അങ്ങനെ ഒരു ലോറിയിലെ ഡ്രൈവർമാരാണെങ്കിലും ഹിന്ദിക്കാരൊക്കെ ആണെങ്കിലും അവരെന്നെ കാണുമ്പോഴത്തേനും കാലേ വന്ന് തൊട്ട് തൊഴാറുണ്ട്, ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു ബഹുമാനവും സപ്പോർട്ടും എവിടെ ചെന്നാലും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നിപ്പോൾ ഈ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ വണ്ടിക്കാർ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. അത് എവിടെ ചെന്നാലും ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ വണ്ടി മറ്റുള്ളവർക്ക് ഇപ്പോൾ പരിചിതമായി. ശരി. എന്തിനു പറയുന്നത്, ഇപ്പൊ ഈ ത്രിപുരയ്ക്ക് പോയില്ലേ, ത്രിപുരയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ട് അതാ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? അല്ല, വണ്ടി അറിയാം, യൂട്യൂബിലും ഇതിലെല്ലാം ഉള്ളതുകൊണ്ട് നല്ലപോലെ അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ലേഡി ഓടിക്കുന്നതും പിന്നെ മോളൊക്കെ ഓടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇത് പല സംസ്ഥാനങ്ങളിലും വാർത്തയൊക്കെ ആയിട്ടുണ്ടോ? കാശ്മീരി എന്നിട്ടൊക്കെ അവിടെ വന്ന് ന്യൂസുകാരൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്, ബീഹാറിൽ നിന്നപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഹിന്ദി സംസാരിക്കോ? ഞാൻ സംസാരിക്കില്ല, എനിക്ക് കേട്ടാ മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയത്തില്ല. അല്ല, വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കും, വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹിന്ദി അത്യാവശ്യം അറിയാം. ആദ്യം അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പോയി അത്യാവശ്യം സംസാരിച്ച് പഠിക്കും. ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ മുന്നിൽ എല്ലാത്തിനും നിൽക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. അല്ല, തന്നെ പോകണമെങ്കിൽ ഇതൊക്കെ പഠിക്കും. ഇവരുണ്ടല്ലോ, അപ്പോൾ ഇവരെ കൂടുതൽ. പിന്നെ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് മലയാളമല്ലേ പറയുന്നത്, അല്ലേ എപ്പോഴും കേൾക്കുന്നു. ചേച്ചി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇല്ല, നിങ്ങൾ എപ്പോഴും രണ്ടുപേരായിട്ടേ പോയിട്ടുള്ളൂ. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവര് പോകാൻ വേണ്ടിയിട്ടിരിക്കുക അല്ലേ? ആരാ? മോളും ചേച്ചിയും കൂടോ? അങ്ങനെ പോകണമെന്നുണ്ട്. ശരി.